നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കുടുംബശ്രീയിൽ വന്നിട്ടുള്ളൊരു ജോബ് വേക്കൻസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുടുംബശ്രീ മിഷനിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 40,000 സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസവുമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി പോസ്റ്റിലേക്ക് കുടുംബശ്രീ കരാർ നിയമനമാണ്. പിന്നെ ഈ പോസ്റ്റിൻ്റെ പേര് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ പേര്. നിലവിൽ തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലായിട്ടാണ് 2 ഒഴിവുകളാണെങ്കിലും 1 വർഷത്തേക്കാണ് നിയമനം നിൽക്കുക. ഫസ്റ്റ് കുടുംബശ്രീ മിഷനിൽ തസ്തികയിൽ വരുന്ന ഒഴിവുകളിലേക്ക് ഈ വിജ്ഞാപനത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിവിധ ജില്ലകളിൽ വരുന്ന ഒഴിവുകളിലേക്ക് നിങ്ങളായിരിക്കും നിയമനങ്ങൾ നടത്തുന്നുണ്ടാവുക. ഇത് ഓരോ വർഷവും പുതുക്കി നൽകുന്ന പോസ്റ്റ് തന്നെയാണ്. കരാർ നിയമനമാണെങ്കിൽ കൂടി അങ്ങനെയാണ്. ഇനി യോഗ്യതയിലേക്ക് വരികയാണെങ്കിൽ MBA അല്ലെങ്കിൽ MSW ആണ്. പ്രായപരിധി 40 വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പ്രവൃത്തി പരിചയം ചോദിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലോ അല്ലെങ്കിൽ മിഡിൽ മാനേജ്മെൻറ്റ് തലത്തിലോ 5 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് പരിചയം, സമയപരിധിക്കുള്ളിൽ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്ന കഴിവ്, അങ്ങനെയൊക്കെ സ്ക്രീനിങ്ങൊക്കെ നടത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. പിന്നെ ജോലിയുടെ സ്വഭാവം എന്താ വെച്ചാൽ KDISC പദ്ധതിയുടെ ജില്ലാതല ഏകോപനമായിരിക്കും. അതായത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്. അപ്പോൾ ജില്ലേൻ്റെ വർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ. നമുക്ക് ഓരോ ജില്ലയിലും DMC ഉണ്ടാക്കും. ഡിസ്ട്രിക്ട് മിഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിനായിരിക്കും നമ്മൾ ചുമതല ഉണ്ടാകുക. നമ്മൾ നോക്കാനും കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ ആയിരിക്കും. 40,000 രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുക. പിന്നെ പറയുന്ന അപേക്ഷ നിശ്ചിത ഫോർമാറ്റിലാണ് സമർപ്പിക്കേണ്ടത്. നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD ആണ് ഇതിന് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾക്ക് 500 രൂപ പരീക്ഷ ഫീസായി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിയമന അപേക്ഷകൾ cmd.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും ജില്ലാ മിഷനിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മിഷനിലേക്കോ നിങ്ങൾ അപേക്ഷ അയക്കേണ്ട. ഓൺലൈനിലല്ലാത്ത അപേക്ഷകളൊക്കെ യാതൊരു കാരണവശാലും ഇല്ലാതെ തന്നെ പിന്നെ റിജക്റ്റ് ചെയ്യുന്നതാണ് കൂടി അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനിലായി അടക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി ആർക്കെങ്കിലും ഒരു PDF വായിച്ച് മനസ്സിലാക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഞാൻ അയച്ചു തരാം. ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾ സുഹൃത്തുക്കൾ MBA അല്ലെങ്കിൽ MSW ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.